Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് GSTയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് GST എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്ന ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ISD ഇതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ISD എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഹെഡ് ഓഫീസും അതിന് കുറേ ബ്രാഞ്ചസും ഉണ്ട്. അപ്പോൾ ഈ ഹെഡ് ഓഫീസ് നമ്മൾ GST പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ബ്രാഞ്ചസിനും നമ്മൾ GST IN നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും ഐഡന്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, ഓരോ ബ്രാഞ്ചസിനും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുന്ന സമയത്ത് ഓരോ ബ്രാഞ്ചസിനും നമ്മൾ ID കൊടുക്കണം, ഐഡന്റിഫിക്കേഷൻ നമ്പർ സെപ്പറേറ്റ് വേണം. പക്ഷെ ഇതെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരേ പാൻ കാർഡിലാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ, ഇപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫീസ് എല്ലാ ബാക്കിയുള്ള ബ്രാഞ്ചസിനും വേണ്ടിയിട്ട് ഒരു സർവീസ് പർച്ചേസ് ചെയ്യാണ്, ബാക്കിയുള്ള എല്ലാവർക്കും കൂടി യൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് നടത്തുവാണ്. അപ്പം അത് എല്ലാവർക്കും കൂടി ഒരു ഹെഡ് ഓഫീസാണ് ആ സർവീസ് പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് അത് യൂസ് ചെയ്യുന്നത് ആരാണ്? ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചസും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സർവീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് ടാക്സ്, ആ ഇൻപുട്ട് ടാക്സ് ആരൊക്കെയാണ് യൂസ് ചെയ്ത് അവർക്കും നമ്മൾ പ്രൊപ്പോർഷനേറ്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരാണോ ഇവിടെ ഹെഡ് ഓഫീസാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, അപ്പൊ ഈ ഹെഡ് ഓഫീസ് ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യണം. ഇതാണ് നമ്മളുടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. സിംപ്ലി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ ഒരു സർവീസ് പർച്ചേസ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ആ സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. The concept of input service distributor would be applicable only for entities registered under GST. അപ്പോൾ അവർ GST പ്രകാരം രജിസ്റ്റർ ചെയ്തായിരിക്കണം. ഹാവിങ് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കണം, എന്നാലല്ലേ നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇൻ കേസ് ഓഫ് എ ബിസിനസ് വിത്ത് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്, ദ ഹെഡ് ഓഫീസ് മേ പർച്ചേസ് സർട്ടൻ സർവീസസ്. അപ്പം അങ്ങനെ കുറേ ബ്രാഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് ഓരോ ബ്രാഞ്ചും പർച്ചേസ് ചെയ്യാണ്ട് ഹെഡ് ഓഫീസ് ചില സർവീസസ് എല്ലാ ബ്രാഞ്ചസിനും വേണ്ടി പർച്ചേസ് ചെയ്തെന്ന് വരാം. purchase certain services commonly for all branches, എല്ലാ ബ്രാഞ്ചസിനും കൂടി എന്ത് ചെയ്യാം, ഹെഡ് ഓഫീസ് പർച്ചേസ് ചെയ്തെന്ന് വരാം. ഇൻ സച്ച് കേസസ് ദ എൻറ്റിറ്റി ക്യാൻ സെറ്റ് അപ്പ് ആൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഈ എൻറ്റിറ്റി എന്ന് വെച്ചാൽ ഹെഡ് ഓഫീസ് ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ സെറ്റപ്പ് ചെയ്യാണ്. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ CGST, SGST, UTGST or IGST to relevant branches. അപ്പോൾ ഏതാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് കിട്ടിയിരിക്കുന്നത്, ആ ഇൻപുട്ട് ടാക്സ് നമ്മൾ ഈ ബ്രാഞ്ചസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ IST എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് നോക്കാം. എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ ക്വാളിഫൈയിങ് ആസ് ആൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇപ്പോൾ ഒരു ഇൻപുട്ട് സർവീസ് അല്ലെങ്കിൽ IST ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ട കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ, ദ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഷുഡ് ബി ആൻ ഓഫീസ് ഓഫ് ദ സപ്ലയർ. അതൊരു ഓഫീസ് ആയിരിക്കണം, ഒരു സപ്ലൈ ചെയ്യുന്ന ഒരു ഓഫീസ് ആയിരിക്കണം. നെക്സ്റ്റ്, സച്ച് സപ്ലയർ ക്യാൻ ബി എ സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. അപ്പോൾ അയാളൊരു ഗുഡ്സോ സർവീസോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടും കൂടി സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ കോമൺലി ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സപ്ലയർ ആയിരിക്കണം, അത് അവരുടെ സപ്ലയറിൻ്റെ ഓഫീസ് ആയിരിക്കണം. നെക്സ്റ്റ്, സച്ച് ഓഫീസ് ഷുഡ് റിസീവ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ് റിസീറ്റ് ഓഫ് ഇൻപുട്ട് സർവീസ്. അപ്പോൾ ഇൻപുട്ട് സർവീസിനുള്ള ടാക്സ് ഇൻവോയ്സ് റിസീവ് ചെയ്യാനുള്ള പറ്റുന്ന എന്ന് വെച്ചാൽ റിസീവ് ചെയ്യുന്ന ഒരു ഓഫീസായിരിക്കണം. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വല്ല ടാക്സ് ഇൻവോയ്സ് കിട്ടും അല്ലേ. അങ്ങനെ ഒരു ടാക്സ് ഇൻവോയ്സ് റിസീവ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ള ഓഫീസായിരിക്കണം. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻപുട്ട് ഗുഡ്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ IST ബെനിഫിറ്റ്സ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഗുഡ്സിൻ്റെ കേസിൽ വരുവാണെങ്കിൽ, സർവീസസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഗുഡ്സിൻ്റെ കേസ് വരുവാണെങ്കിൽ അവർ IST ബെനിഫിറ്റ്സിന് എലിജിബിൾ അല്ലെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
Next, such office should issue a prescribed document for the purpose of distributing credit of cgst, sgst, igst or utgst to a supplier of taxable goods or service or both having the same permanent account number as that of said office. അപ്പോൾ ഈ ഓഫീസിൻ്റെ തന്നെ സെയിം പാൻ കാർഡ് വെച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, അങ്ങനെയാണല്ലോ ബ്രാഞ്ചസ് രജിസ്റ്റർ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സപ്ലയറിലേക്ക്, ഒരു ബ്രാഞ്ച് ആയിരിക്കും അത് മിക്കവാറും. അപ്പം അങ്ങനെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള ഒരു സപ്ലയറിലേക്ക് അവർക്ക് cgst, sgst, igst അല്ലെങ്കിൽ utgst ഏതാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓഫീസ് ഷുഡ് ഇഷ്യൂ എ പ്രിസ്ക്രൈബ് ഡോക്യുമെന്റ് ഫോർ ദ പേർപ്പസ്, അതിനു വേണ്ടിയുള്ള ഡോക്യുമെന്റും ഇഷ്യൂ ചെയ്തിരിക്കണം. അപ്പം എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അതൊരു ഓഫീസ് ആയിരിക്കണം, ഒരു സപ്ലയറിന്റെ ഓഫീസ് ആയിരിക്കണം. ആ സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഗുഡ്സോ സർവീസസോ എന്താണെന്ന് വെച്ചാൽ സപ്ലൈ ചെയ്യുന്നതായിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് ടാക്സ് ഇൻവോയ്സ് റിസീവ് ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇൻപുട്ട് സർവീസസിന്റെ കേസിലാണ് പറയുന്നത്. അതേപോലെ ഇൻപുട്ട് ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ ഈ എലിജിബിലിറ്റി ഇല്ലെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ആ ഓഫീസ് ഈ പറഞ്ഞിരിക്കുന്ന അതർ ആരാണോ അടുത്ത സപ്ലയർ എന്ന് പറയുന്നത് വെച്ചാൽ ഇതിവിടെ നെക്സ്റ്റ് സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ആണ്. അപ്പൊ ആ ബ്രാഞ്ച് ആണ്. അപ്പൊ ഈ ഹെഡ് ഓഫീസും ബ്രാഞ്ചും ഒരേ പെർമനന്റ് അക്കൗണ്ട് നമ്പറിലായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവർക്ക് ഈ അക്കൗണ്ടിന് ബ്രാഞ്ചിന് കൊടുക്കേണ്ടതായ, ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അതിനുള്ള പ്രിസ്ക്രൈബ് ഡോക്യുമെന്റ്സ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യണം ആ ഓഫീസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അയാൾക്ക് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അയാളല്ല, ആ ഒരു ഓഫീസിന് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ രജിസ്ട്രേഷൻ നോക്കാം. രജിസ്ട്രേഷൻ റിക്വയർഡ് ഫോർ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ കാര്യമാണ് പറയുന്നത്. എപ്പാർട്ട് ഫ്രം GST രജിസ്ട്രേഷൻ, നമ്മൾ ഓൾറെഡി GST രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അത് കൂടാതെ ആൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ വിൽ ഹാവ് ടു മാൻഡേറ്ററിലി ഒബ്റ്റെയിൻ എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആസ് IST. അപ്പോൾ IST ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ വേറെ തന്നെ നമ്മൾ കമ്പൽസറിലി വാങ്ങിക്കണം. ഡിസ്ട്രിബ്യൂട്ടർ ബൈ applying through form GST REG1 പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് ഈ IST രജിസ്ട്രേഷൻ വാങ്ങിക്കേണ്ടത്. ദർ ഇസ് നോ ത്രെഷോൾഡ് ലിമിറ്റ് ഓർ ക്രൈറ്റീരിയ ഫോർ രജിസ്ട്രേഷൻ ഫോർ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ അതിന് ത്രെഷോൾഡ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല. നമ്മൾ GST രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ പറയുന്നില്ല ഇത്ര നമ്മുടെ സെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ ഇത്രയാണെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് ഇത്രയാണെങ്കിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട കമ്പൽസറി ഉള്ളൂ. അങ്ങനത്തെ ത്രെഷോൾഡ് ലിമിറ്റ് ഒന്നും നമുക്ക് ഇവിടെ പറയുന്നില്ല. ഇപ്പൊ രജിസ്ട്രേഷന്റെ കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കമ്പൽസറി രജിസ്ട്രേഷൻ ആണ് പറയുന്നത്. കമ്പൽസറി രജിസ്ട്രേഷൻ as per section 24 of CGST Act, every IST whether or not separately registered under GST law have to compulsorily take registration under GST law. അപ്പം ഒന്നാമത്തെ കമ്പൽസറിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾക്ക് IST ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അയാൾ സെപ്പറേറ്റ്ലി രജിസ്റ്റേർഡ് അണ്ടർ GST ലോ ആണെങ്കിലും അല്ലെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യണം? കമ്പൽസറിലി രജിസ്ട്രേഷൻ GST ലോ പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. നെക്സ്റ്റ്, പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് രജിസ്റ്റേർഡ് പേഴ്സൺ ഇസ് സെയിം അണ്ടർ GST ലോ. അപ്പോൾ GST ലോ പ്രകാരം നമ്മൾ ഈ GSTയിൽ എങ്ങനെയാണോ നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞുതരാം എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന്. അതേ ഫോമാറ്റ് തന്നെയാണ് നമ്മൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ റിക്വയർഡ് ടു ഫയൽ GST റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതാണ് പറയുന്നത്. An input service distributor must distribute the input tax credit available for distribution in the same month and file form GSTR 6. അപ്പോൾ ഏത് മന്തിലാണോ നമുക്ക് അതിനുള്ള ഇൻപുട്ട് ടാക്സ് കിട്ടിയിരിക്കുന്നത്, ഇൻപുട്ട് ടാക്സ് ആണല്ലോ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ഏത് മന്തിലാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ മന്തിൽ തന്നെ നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് നമ്മൾ ഫോം GSTR 6 പ്രകാരം GSTR 6 is due on 13th every month. അപ്പോൾ എല്ലാ മാസം 13th ഇത് ഡ്യൂ ആവുന്നത്. In GSTR 6, the input service distributor must provide information of all input service distribution invoices issued.
അപ്പോൾ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഇൻഫർമേഷനും കൊടുക്കണം. അപ്പോൾ ഈ ഇൻഫർമേഷനിൽ നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്ന എല്ലാ IST ഇൻവോയ്സസിന്റെ കാര്യവും നമ്മൾ അതിൽ കാണിച്ചിരിക്കണം. The details filed in GSTR 6 return will be made available to the respective recipient in the GSTR 2A. ഇപ്പോൾ നമ്മൾ GSTR 6 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആരൊക്കെയാണ് റെസിപ്പിയൻറ്റ് അവർക്ക് അവരുടെ GSTR 2A പ്രകാരം അവൈലബിൾ ആയിട്ട് വരും. The recipient may include these in their GSTR 2 and take input tax credit. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, അവർ ഫയൽ ചെയ്യുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ബ്രാഞ്ചസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബ്രാഞ്ചസ് എന്ത് ചെയ്യും, അവരുടെ GSTR 2 ഫയൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ GSTR 2A വന്ന് കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവർക്ക് അവൈലബിൾ ആക്കാം. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആർ നോട്ട് ബി റിക്വയർഡ് ടു ഫയൽ GST ആനുവൽ റിട്ടേൺ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന രീതിയിൽ അവർ GSTയുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്നില്ല. അപ്പോൾ അവർ നോർമൽ കേസസിൽ അവരുടെ ചെയ്യാം, പക്ഷേ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ഒരു അവരുടെ പൊസിഷനിൽ അവർ GST ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് പറയുന്നത് purpose of registration as input service distributor ആണ്. The concept of IST is a facility made available to business having large share of common expenditure. അപ്പോൾ കോമൺ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഒരുപാട് വരുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ IST കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. And billing or payment is done from a centralized location. ഇപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ എവിടെ നിന്നായിരിക്കും നമ്മൾ പറഞ്ഞ ഹെഡ് ഓഫീസിൽ നിന്ന്. അപ്പം കോമൺ ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ ഒരു സെൻട്രലൈസ്ഡ് ലൊക്കേഷനിൽ നിന്ന് നമ്മൾ പേയ്മെന്റ് നടത്തുന്ന സിറ്റുവേഷനാണ് നമ്മൾ IST കോൺസെപ്റ്റിന്റെ ആവശ്യം വരുന്നത്. The mechanism is meant to simplify the credit taking process for entities. അപ്പോൾ അതിൽ ആ ഒരു ഗ്രൂപ്പാണല്ലോ വരുന്നത്, ബ്രാഞ്ച് ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ അവരുടെ ഈ ക്രെഡിറ്റ് ടേക്കിംഗ് മെക്കാനിസം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഹെഡ് ഓഫീസിൽ മാത്രമായിട്ട് നമുക്കത് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചസിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡ് ഓഫീസിൽ നിന്ന് തന്നെ ബ്രാഞ്ചസിലേക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. And the facility is meant to strengthen the seamless flow credit under GST. ഇപ്പോൾ GSTയിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതിൻ്റെ ഫ്ലോ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനും അത് ഒരു ഇടതടവില്ലാതെ വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നവും നടക്കാതെ അത് ഫ്ലോ നടക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്, IST രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു IST ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പറയുന്ന രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഹാസ് ടു കമ്പൽസറി രജിസ്റ്റർ ആസ് IST. അയാൾ IST ആയിട്ട് കമ്പൽസറി രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പാർട്ട് ഫ്രം ഹിസ് രജിസ്ട്രേഷൻ ആസ് നോർമൽ ടാക്സ് പെയർ അണ്ടർ ദ ആക്ട്. ഇപ്പം ആക്ട് പ്രകാരം നമ്മൾ നോർമലി ടാക്സ് പെയർ എന്നുള്ള രീതിയിൽ ബിസിനസ് എന്നുള്ള രീതിയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അതുകൂടാതെ IST എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ സെപ്പറേറ്റ്ലി അവർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. വെയറിൻ ഹി ഹാസ് ടു സ്പെസിഫൈഡ് അണ്ടർ സീരിയൽ നമ്പർ 14 ഓഫ് ദ REG1 ഫോം ആസ് എൻ IST. അപ്പോൾ രജിസ്ട്രേഷൻ 1 ഫോമാറ്റ് ഒക്കെ സെയിം തന്നെയാണെങ്കിലും അതിൽ സീരിയൽ നമ്പർ 14 അയാൾ IST എന്നുള്ള ആ ഒരു മെൻഷൻ ചെയ്തിരിക്കണം. ഓൺലി ദെൻ ഹി ഷാൽ ബി ആബിൾ ടു ഡിസ്ട്രിബ്യൂട്ട് ദ ക്രെഡിറ്റ് ടു ദ റെസിപ്പിയൻ. അന്നേരം മാത്രമേ റെസിപ്പിയൻസിന് നമുക്ക് ആ ഇൻപുട്ട് ടാക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇൻവോയ്സിംഗ്. IST can distribute the amount of tax credit to recipients as earlier stated by issuing IST invoice. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമല്ലോ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് IST ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. Next, returns. Every IST shall, on the basis of details contained in form GSTR 6A and where required after adding, correcting or deleting the details, furnish electronically the return in form GSTR 6. അപ്പോൾ GSTR 6 പ്രകാരം നമ്മൾ റിട്ടേൺ കാണിക്കണം. containing the details of tax invoice on which credit has been received. അപ്പോൾ ഏതിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ക്രെഡിറ്റ് റിസീവ് ചെയ്തിരിക്കുന്നത് അത് കാണിച്ചിട്ട് നമ്മൾ GSTR 6 ഫയൽ ചെയ്യണം. ആൻഡ് ദോസ് ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 20. അപ്പോൾ സെക്ഷൻ 20 പ്രകാരം ഇഷ്യൂ ചെയ്തിരിക്കുന്നതുമായ ദ IST വിൽ ഹാവ് ടു ഫയൽ മന്ത്ലി റിട്ടേൺസ് ഇൻ GSTR 6. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മന്ത്ലി തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്യണം. അത് എപ്പോഴാണ്? വിത്തിൻ 13 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മന്ത്. നമ്മൾ പറഞ്ഞു അത് 13th ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മന്ത് എൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് 13th ഉള്ളിൽ അത് ഫയൽ ചെയ്തിരിക്കണം. ആൻഡ് വിൽ ഹാവ് ടു ഫേർണിഷ് ഇൻഫർമേഷൻ ഓഫ് ഓൾ IST ഇൻവോയ്സസ് ഇഷ്യൂഡ്.
അപ്പോൾ അതിനകത്ത് അതുവരെ ഫയൽ ചെയ്തിരിക്കുന്ന എല്ലാ IST ഇൻവോയ്സസിൻ്റെയും ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ദ ക്രെഡിറ്റ് ഓഫ് ടാക്സ് പെയ്ഡ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ടു ദ റെസിപ്പിയൻ. റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം നമ്മൾ റിസീപ്റ്റ്സിന്റെ മേലെ പേ ചെയ്തിരിക്കുന്ന ടാക്സ്, അതാണല്ലോ നമ്മുടെ പറഞ്ഞിരിക്കുന്ന റിവേഴ്സ് ചാർജ് മെക്കാനിസം, അത് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ IST ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിവേഴ്സ് ചാർജിൽ പേ ചെയ്തിരിക്കുന്നതായ ടാക്സ്, സാധാരണ നമ്മൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു അൺരജിസ്റ്റേർഡ് ആൾക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ എന്താ റെസീറ്റിന്റെ മേലെയാണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പം അത് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കില്ല. So the IST has to utilize such credit only as a normal taxpayer. അപ്പോൾ അത് വരുവാണെങ്കിൽ അയാളുടെ നോർമൽ ടാക്സ് പെയർ എന്ന് വെച്ചാൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അത് യൂസ് ചെയ്യാൻ പാടില്ലെന്നില്ല. അത് ആര് യൂസ് ചെയ്യണം? ഇപ്പം ആരാണോ IST ആയിട്ട് വർക്ക് ചെയ്യുന്നത് അയാൾ ആ ഒരു എൻറ്റിറ്റി മാത്രമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അത് ബ്രാഞ്ചസിലേക്കോ എവിടേക്കോ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻസ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആരാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, അതുപോലെ തന്നെ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരാൾ അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. പിന്നെ അതിൻ്റെ രജിസ്ട്രേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്തത്, ഓൾറെഡി നമ്മൾ പഠിക്കാൻ പോകുന്ന രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്താണോ അത് തന്നെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷനായിട്ട് വരുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ IST ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യകത, പിന്നെ അതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണ്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രോസസ്സ് തന്നെയാണ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.